2024 ഫെബ്രുവരി 17 PSC നടത്തിയ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന പരീക്ഷയിൽ ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. ഈ ചോദ്യങ്ങളിൽ PSC നടത്തിയൊരു ചതി എന്ന് പറയുന്നത് വൊക്കാബുലറി ചോദ്യങ്ങൾ. അതായത് ഈ 10 ചോദ്യങ്ങളിൽ ആകെ 4 ചോദ്യങ്ങളെ ഉള്ളായിരുന്നു ഗ്രാമർ ഭാഗത്തുനിന്ന്. ബാക്കി 6 ചോദ്യങ്ങളും വൊക്കാബുലറി ഭാഗത്തു നിന്നായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യം തന്നെയാണ്. PSCക്ക് അതിനുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പറയുന്ന വൊക്കാബുലറി ചോദ്യങ്ങളിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും ഓപ്ഷൻ വെച്ചുകൊണ്ട് നമ്മളൊരു മെന്റൽ ഗെയിം ആയിരുന്നു PSC നടത്തി. അതായത് ഉദ്യോഗാർത്ഥികളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഓപ്ഷൻസ് ആയിരുന്നു ഓരോ ക്വസ്റ്റ്യനും ഇട്ടിരുന്നത്. കാരണം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്കറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശിക്കുന്ന വാക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതേ വാക്കിൻ്റെ അർത്ഥം വരും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അതേ മീനിങ് വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളും ഉണ്ടായിരുന്നു ഓപ്ഷൻസിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം കൂടുതൽ ആലോചിച്ച് കളയുവാൻ തക്ക തരത്തിലുള്ള ഓപ്ഷൻസ് ആയിരുന്നു ഓരോ വൊക്കാബുലറി ക്വസ്റ്റ്യൻസിനും PSC ഇട്ടിരുന്നത്. എന്തായാലും ഈ പറയുന്ന പരീക്ഷ എഴുതിയവർക്കും ഇതൊരു പുതിയ അനുഭവമായിരിക്കും. അതുപോലെ തന്നെ ഇനി എഴുതാൻ പോകുന്ന LDC പോലെയുള്ള അല്ലെങ്കിൽ LPUP, LSTS പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നതും കൂടെ നമ്മൾ വിശദീകരിക്കുന്ന ഒരു ക്ലാസ്സാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? I have never been to Paris before, she exclaimed. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഗ്രാമറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കണം നമ്മൾ ഉത്തരം എഴുതേണ്ടത്? നോക്കുക, ഷീ എക്സ്ക്ലെയിംഡ് എന്നാണ് വന്നിരിക്കുന്നത്. എക്സ്ക്ലെയിംഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിന്റെ ടെൻസ് ഫോമിനും മാറ്റം സംഭവിക്കണം. അതായത് ഹാവ് ഹാഡ് ആവണം. ഐ പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഷീ ആക്കണം. അപ്പോൾ അവിടെ ഷീ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ്, ഈ ഭാവമാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഈ ഐ ആരാ പറഞ്ഞത്? ഷീ ആണല്ലോ പറഞ്ഞത്. അപ്പം ഐയും എന്തായി മാറണം? ഷീ ആയി മാറണം. പിന്നെ ഹാവ് നെവർ ബീൻ എന്നുള്ളത് ഹാഡ് നെവർ ബീൻ, അതായത് ഹാവിനെ ഹാഡ് ആക്കണം. അപ്പം ഷീ ഹാഡ് നെവർ ബീൻ എന്ന് വരണം. അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രാമർ ഭാഗത്ത് നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഐ റിഗ്രറ്റ് ഡാഷ് യു ദാറ്റ് ദ ഇവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് റിഗ്രറ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ റിഗ്രറ്റിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവോ അല്ലെങ്കിൽ ജെറണ്ടോ നമുക്ക് എഴുതാം. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസറായി കൊടുത്തിരിക്കുന്നത് ടെല്ലിംഗ് ആണ്. അതായത് D എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. ഫൈനൽ ആൻസർ കീയിൽ ആൻസർ എന്തായി വരും? ടു ഇൻഫിനിറ്റീവായ C എന്ന് പറയുന്ന ഓപ്ഷനാണ് വരിക. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ കാലത്തിലൊരു കാര്യത്തെക്കുറിച്ചാണ് റിഗ്രറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജെറണ്ട് ഫോം എഴുതണം. എന്നാൽ ഇപ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യുകയാണ്. അതായത് പ്രസന്റിലെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ റിഗ്രറ്റ് ചെയ്യുകയാണ്. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പശ്ചാത്തപിക്കുന്നു. എന്തില്? നിന്നോടത് പറയാൻ. എന്ത്? ഈവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. ഈ പറയുന്ന ഈവന്റ് ക്യാൻസലായി എന്നുള്ള വിവരം നിന്നോട് പറയാൻ, അല്ലെ? പറയാൻ എന്നൊരു അർത്ഥമാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ അങ്ങനെ അർത്ഥം നൽകുന്നതാണെന്ത്? ടു ഇൻഫിനിറ്റി പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക ഈ C എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. വെൻ ഐ അറൈവ്ഡ് ദേ ഡാഷ് ഫോർ ഓവർ ആൻ അവർ. അതായത് ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ എനിക്ക് വേണ്ടി എന്ത് ചെയ്യായിരുന്നു? 1 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അപ്പൊ ഇത് ഏതായിരിക്കും വരിക? മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടും കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവമാണ്. അതിൽ തന്നെ ഈ ആൻ അവർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയ ഒരു സമയം അത് തുടർന്ന് 1 മണിക്കൂറായപ്പോൾ അവസാനിച്ചു. അപ്പൊ കഴിഞ്ഞ കാലത്ത് തുടങ്ങി വെച്ചൊരു കാര്യം തുടർന്ന് അത് കഴിഞ്ഞ കാലത്ത് തന്നെ അവസാനിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കേണ്ടത്?
പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ടത് എന്തായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കേണ്ടത്? കൺസ്ട്രക്ഷൻ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing ആണ് വരേണ്ടത്. അതേതാണ്? ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഹാഡ് ബീൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? അത് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. The diplomat's ability to speak multiple languages was considered a valuable dash in international negotiation. ഇവിടെ വാല്യുബിൾ എന്ന് പറയുന്നത്, വാല്യുബിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, അല്ലെ? പോസിറ്റീവായിട്ട് വരേണ്ട അർത്ഥമാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഹിൻഡ്രൻസ് എന്ന് പറയുന്നതും ഡ്രാബാക്ക് എന്ന് പറയുന്നതും ലയബിലിറ്റി എന്ന് പറയുന്നതും എന്താണ്? നെഗറ്റീവ് ഷെയ്ഡ് നൽകുന്നതാണ്. ലയബിലിറ്റി എന്ന് പറയുന്നത് ബാധ്യത എന്ന അർത്ഥത്തിൽ, ഹിൻഡ്രൻസ് തടസ്സം, ഡ്രാബാക്ക് തിരിച്ചടി. അപ്പൊ അസറ്റ് എന്ന് പറയുമ്പോൾ എന്താ? അത് പോസിറ്റീവ് മീനിങ് തരുന്നതാണ്, പോസിറ്റീവ് സെൻസ് ആണ്. ഇവിടെ വരേണ്ടത് എന്താണ്? അസറ്റ് ആണ് വരേണ്ടത്. The diplomat's ability to speak multiple languages was considered a valuable asset in international negotiations എന്നാണ് ഉദ്ദേശിക്കുന്നത്. അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ള നമ്മൾ അസറ്റ് എന്ന് പറയും. നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതിന് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ലയബിലിറ്റി എന്ന് വെച്ചാൽ ബാധ്യതയാണ്. ഇപ്പൊ ഒരു കടം എന്ന് നോക്കുമ്പോൾ ലോൺ, ബാങ്കിലെ ഒരു ലോൺ എന്ന് പറയുമ്പോൾ ലയബിലിറ്റിയാണ്. നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അസറ്റാണ്. ഹിൻഡ്രൻസ് തടസ്സം, ഡ്രാബാക്ക് തിരിച്ചടി. ഇനി അടുത്ത് നോക്കുക. ദ ആർട്ടിസ്റ്റ് പെയിന്റഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഡാഷ് ദ ക്യാൻവാസ്. ക്യാൻവാസിൽ ഈ കലാകാരൻ എന്ത് ചെയ്തു? വളരെ മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് പെയിന്റ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാൻവാസിൽ എന്ന് പറയുമ്പോൾ ക്യാൻവാസിന്റെ മുകളിലാണല്ലോ, സർഫസിലാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രതലത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓണോ ഓൺ ടു ആണ് ഉപയോഗിക്കുന്നത്. ഓൺ അല്ലെങ്കിൽ ഓൺ ടു ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഓൺ ടു വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് നോക്കുക. ദ നെഗോഷിയേഷൻസ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ഫൈനലി ഡാഷ് ആഫ്റ്റർ വീക്സ് ഓഫ് ഡിസ്കഷൻസ് ആൻഡ് ദ വാർ ബിഗാൻ. ഇത് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ഓപ്ഷൻസ് ആണ്. ഏതൊക്കെയായിരിക്കും? ഈ ബ്രേക്കപ്പും ബ്രേക്ക് ഡൗണും നമ്മളെ കൺഫ്യൂഷൻ ആക്കും. ബ്രേക്കൗട്ട് നമുക്കറിയാം എന്താ? എന്തെങ്കിലും പൊട്ടിപ്പുറപ്പെടുന്നതിന് അസുഖങ്ങളൊക്കെ, രോഗങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ നമ്മൾ ബ്രോക്ക് ഔട്ട് എന്ന് പറയും. ഈ ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ എന്താ? സഡൻ ഡെവലപ്മെന്റ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു നേട്ടം, അങ്ങനെ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. ഇവിടെ അതല്ല വരേണ്ടത്. ഇവിടെ ബ്രേക്കപ്പ് ആണോ ബ്രേക്ക് ഡൗൺ ആണോ? ഇതായിരിക്കും നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ബ്രേക്കപ്പ് എന്ന് വെച്ചാൽ എന്താ? പിരിയുക എന്നർത്ഥം. ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ഏകദേശം അതേ അർത്ഥം നൽകുന്നതാണ്. കൊളാപ്സ്, അത് സ്റ്റോപ്പ് എന്നർത്ഥത്തില്ല. ബ്രേക്കപ്പിന് സ്റ്റോപ്പ് എന്നൊരു അർത്ഥമുണ്ട്, ബ്രേക്ക് ഡൗണിന് സ്റ്റോപ്പ് എന്നൊരു അർത്ഥം. അപ്പൊ അങ്ങനെ ഇവിടെ നമ്മളുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പ്, പേഴ്സണൽ റിലേഷൻഷിപ്പ്, അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ വരികയും അതുപോലെ തന്നെ അക്കാരണത്താൽ അവർ തമ്മിൽ പിരിയുന്ന സമയത്താണ് നമ്മൾ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ എന്താണ്? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നെഗോഷിയേഷൻസ്, പരിഹാര ശ്രമങ്ങളാണ്. ഓക്കെ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് എന്നൊക്കെ അർത്ഥമില്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം? ബ്രേക്ക് ഡൗൺ ആണ് വരേണ്ടത്. അപ്പൊ ഇവിടുത്തെ സെന്റൻസ് പാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ബ്രോക്ക് ഡൗൺ എന്ന് പറയും. അതിന്റെ പാസ്റ്റ് ടെൻസ് ബ്രോക്ക് ഡൗൺ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കുക. ഇത് വളരെയധികം എന്തായിരിക്കും? കൺഫ്യൂസ് ചെയ്യിപ്പിച്ചേക്കാം. The detective's ability to notice the dash details led to the solving of the complex mystery. ഇൻകോൺസ്പിഷ്യസ് ആണോ, ഓസ്റ്റൻസിബിൾ ആണോ, സാലിയന്റ് ആണോ, കൺസ്പിഷ്യസ് ആണോ? എന്താണ് കൺസ്പിഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യക്തമായത് നടത്തില്ല. ഓക്കെ, വ്യക്തമായത്. സാലിയന്റ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സാലിയന്റ്. ഓസ്റ്റൻസിബിൾ എന്ന് പറയുമ്പോൾ ജെന്യൂൻ നടത്തില്ല.
ജെന്യൂൻ ആയിട്ടുള്ളത്. ഇൻകോൺസ്പിഷ്യസ് എന്ന് പറയുമ്പോൾ അവ്യക്തമായത്. ഇതിനകത്ത് ഏതായിരിക്കും വരിക? ഒരു ഇൻകോൺസ്പിഷ്യസ് വരത്തിൽ നമുക്കറിയാം. ഓസ്റ്റൻസിബിൾ ആണോ, സാലിന്റ് ആണോ, കോൺസ്പിഷ്യസ് ഏതായിരിക്കും വരിക? എന്താ ഉദ്ദേശിക്കുന്നത്? ഡിറ്റക്റ്റീവ്സ് എബിലിറ്റി, അവരുടെ കഴിവ്. എന്തിനു വേണ്ടിയുള്ള കഴിവ്? ടു നോട്ടീസ് ദ ഡാഷ് ഡീറ്റെയിൽസ്. വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് നിന്നാണോ, അതോ സത്യസന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് നിന്നാണോ, അതോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിന്നാണോ വരേണ്ടത്? ഇവിടെ എന്തായിരിക്കണം വരേണ്ടത്? ഇമ്പോർട്ടൻ്റ് എന്നൊരർത്ഥത്തിൽ. ഇപ്പൊ സാലിന്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ബാർഗെയിൻസ് ബിറ്റ്വീൻ ദ ടു കമ്പനീസ് reached a dash when they failed to agree on the terms of the partnership. എന്തായിരിക്കും ഇവിടെയും? ഇത്രയും ഭാഗം വായിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്താണ് ടേണിംഗ് പോയിന്റ് വേണമെങ്കിൽ എഴുതി വെക്കാം അല്ലേ? പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻ മൊത്തം വായിക്കണം. ഇവിടെ ഫെയിൽഡ് എന്നാ പറയുന്നത്. വെൻ ദ ഫെയിൽഡ് ടു എഗ്രി ഓൺ ദ ടേംസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് എന്നാ പറയുന്നത്. അപ്പൊ എങ്ങനെ ആയിരിക്കും? ഡെഡ് എൻഡ് എന്നാണ് പറയുന്നത്. ഡെഡ് എൻഡ് ഇതാണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് സ്ട്രോ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാൽ ദ ലേറ്റസ്റ്റ് പ്രോബ്ലം എമോങ് ദ സീരീസ് ഓഫ് പ്രോബ്ലംസ്. അതായത് പ്രശ്നങ്ങളുടെ പരമ്പര, അതിലെ ഏറ്റവും അവസാനം എന്ന് വെച്ചാൽ ഏറ്റവും പുതുതായിട്ടുണ്ടായ പ്രശ്നം, റീസെന്റ് ആയിട്ട് ഉടലെടുത്ത പ്രശ്നം. പ്രശ്നങ്ങളുടെ നിരയാണ്, അതിൽ പുതുതായി ഉണ്ടായ പ്രശ്നം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം. അതിന് നമ്മൾ ലാസ്റ്റ് സ്ട്രോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഗ്രീൻ ലൈറ്റ് നമുക്കറിയാമല്ലോ, മുന്നോട്ട് പോകാനുള്ള ലൈറ്റ് അല്ലേ? ഇവിടെ വരേണ്ടത് ഡെഡ് എൻഡ് ആണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. ഷി ഷോഡ് ഡാഷ് കൺസേൺ ഫോർ ദ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ബൈ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ട്രീ പ്ലാന്റിംഗ് കമ്പനീസ്. അപ്പൊ ഇത് വളരെയധികം കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന സംഭവമാണ്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനമാണ് ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. കൊടുത്തിട്ടുണ്ട് കൺസെൻഷ്യസ്, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന് കൊടുത്തു. കോൺഷ്യസ് നമുക്കറിയാം, ബോധപൂർവമായിട്ടുള്ള, ബോധമുള്ള. അൺകോൺഷ്യസ് അബോധാവസ്ഥ. സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കറിയാലോ, ഉപബോധം. സബ് കോൺഷ്യസ് ഇതൊക്കെ നമുക്ക് ഏകദേശം. പക്ഷേ ഈ കൺസെൻഷ്യസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കൺസെൻഷ്യസ് എന്ന് പറയുമ്പോൾ എന്താ? ഓണസ്റ്റ് എന്നൊരു അർത്ഥമുണ്ട് കൺസെൻഷ്യസിന്. പിന്നെ വേറെ അർത്ഥം എന്താണ് ഉള്ളത്? ഇൻഡസ്ട്രിയസ് എന്നൊരർത്ഥമുണ്ട്. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുള്ളത് എന്നൊരർത്ഥം കൺസെൻഷ്യസിന് ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സത്യസന്ധമായിട്ടുള്ള ഒരു കൺസേൺ, സത്യസന്ധമായിട്ടുള്ള ഒരു ആങ്ഷൈറ്റി അവൾ പ്രകടിപ്പിച്ചു അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരേണ്ടത് ഏതായിരിക്കണം? എ എന്ന് പറയുന്ന ഇതാണ് കറക്റ്റ്. She showed a conscientious concern for the environmental issues by actively participating in planting campaigns. ഈ പരീക്ഷയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Despite facing numerous obstacles, she displayed remarkable dash toward the challenging project. എന്താ? Despite facing numerous obstacles. അനേകം തടസ്സങ്ങൾ നേരിട്ടെങ്കിലും she displayed, അവൾ കാണിച്ചു എന്ത്? വളരെ പ്രശംസനീയമായിട്ടുള്ള അവളുടെ എന്താണ് ഡിറ്റർമിനേഷൻ, അല്ലെങ്കിൽ എന്താണ് ദൃഢനിശ്ചയം കാണിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ അർത്ഥം നൽകുന്നത് ഇതിനകത്ത് ഏത്? ഇംപേഷ്യൻസ് നമുക്കറിയാം എന്താണ്? ക്ഷമയില്ലാത്ത, അക്ഷമ എന്നാണ് ഇംപേഷ്യൻസ്. അപ്പതി നമുക്കറിയാമല്ലോ, നിസ്സംഗത എന്നർത്ഥത്തിൽ അപ്പതി കൊണ്ട്. ഇൻകൺസിസ്റ്റൻസി, കൺസിസ്റ്റന്റ് അല്ലാത്തത്. കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ, സ്ഥിരത എന്ന് പറയും, അതില്ലാത്തത്. ടെനാസിറ്റി എന്നാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ടെനാസിറ്റി എന്ന് പറയുമ്പോൾ സ്ഥിരത എന്നൊരു അർത്ഥമുണ്ട്, പിന്നെ ഡിറ്റർമിനേഷൻ എന്നൊരർത്ഥമുണ്ട് അല്ലേ? ദൃഢനിശ്ചയം എന്നൊരർത്ഥം ഉണ്ട്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ നടന്ന പരീക്ഷയിൽ നോക്കുമ്പോൾ നമുക്ക് വൊക്കാബുലറിയിൽ വളരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഓക്കെ,
അതുപോലെ തന്നെ ഗ്രാമർ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ നമ്മളെ ചിലപ്പോൾ എന്ത് ചെയ്യാം, കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം. പക്ഷെ PSC ഇവിടെ കൊടുത്തിരിക്കുന്നത് ജെറണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതല്ല, ഇവിടെ വരേണ്ടത് ചുറ്റല്ലായിരിക്കണം. ഫൈനൽ ആൻസർ ആവും. അപ്പം എന്തായാലും ഈ ചോദ്യപേപ്പർ വിശകലനം ചെയ്തതും അതിൻ്റെ ചോദ്യങ്ങൾ വായിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തന്നതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.